ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജ്ജുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് നമ്മൾ ഇന്ന് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതി കാർ ഷോറൂമിലേക്ക് കയറി ചെല്ലാണ്. അപ്പൊ കാർ ഷോറൂമിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ശ്രുതിനെ ഒന്ന് വിളിച്ചു. എന്തോ ശ്രുതിയുടെ ഭാഗ്യം എന്ന് വേണം പറയാന്, അല്ലാതെ ഇടിച്ചു കയറി ചെല്ലുമായിരുന്നെങ്കിൽ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞ് കൈ കിട്ടിയനെ. എന്തോ ദൈവഭാഗ്യമായിരിക്കാം, നമ്മുടെ ശ്രുതിയുടെ ഭാഗ്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ശ്രുതിനെ വിളിച്ചു. ശ്രുതിനെ വിളിച്ചപ്പോഴത്തേക്കും ശ്രുതി ഓരോ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു. ലാസ്റ്റ് ശ്രുതി പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, കുറെ താമസിക്കുന്നു പറഞ്ഞപ്പം അതിനിപ്പോ എന്താ ശ്രുതി, ഞാൻ ഇവിടെയുള്ളവരോടൊക്കെ പറഞ്ഞോളാം ഞാൻ ശ്രുതിയുടെ ഭാര്യയാണെന്ന്. അപ്പൊ അവരെന്നെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി കയറ്റി അകത്തിരുത്തുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ, ശ്രുതിയുടെ ഭാര്യ അങ്ങാണോ ആണെന്ന് പറഞ്ഞാല് തീർന്നു, നമ്മുടെ ശ്രുതിയുടെ ഇമേജ് മൊത്തം പോയി എന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഏതായാലും ലാസ്റ്റ് നമ്മുടെ ശ്രുതി പറഞ്ഞു പ്ലീസ്, ഞാൻ ഇപ്പൊ അവിടെ ഇല്ലല്ലോ, അപ്പൊ ഏതായാലും ഞാൻ ഇല്ലാത്ത ഒരു ദിവസം നീ അവിടെ ചെല്ലണ്ട, ഞാൻ ഉള്ള ഒരു ദിവസം നീ വന്നാൽ മതി. നീ ഏതായാലും ആദ്യമായിട്ട് കാർ ഷോറൂമിലേക്ക് വരുമ്പോ ഞാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ, ഞാൻ ഉള്ളപ്പോ ഒരു ദിവസം വാ, അപ്പൊ നിന്നെ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാലോ, അല്ലാതെ ഞാൻ ഇല്ലാതെ വരുമ്പോ ഞാനുള്ള അത്ര ഒരു ഗുമ്മ കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതും ശരിയാണല്ലേ ശ്രുതി, എങ്കിൽ പിന്നെ ശ്രുതി വീട്ടിലേക്ക് വരില്ല ഉടനെ? ഞാൻ വീട്ടിലേക്ക് ഉടനെ വരാം, നീ ഒരു കാര്യം ചെയ്യോ, ബ്യൂട്ടി പാർലറിലേക്കോ വീട്ടിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നീ പൊക്കോ, നീ ഈ ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ട് പതുക്കെ വീട്ടിലേക്ക് ചെന്നാൽ മതി, ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചേക്കാം കേട്ടോ. ശ്രുതി ഫോൺ കട്ട് ചെയ്യുകയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി എങ്ങനെയൊക്കെയോ തട്ടി മുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ശ്രുതി ഒന്നും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞതുപോലെ അത് ശ്രുതിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര ദൈവത്തിന്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒക്കെ ഫോട്ടോയുടെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ആ ഒരു പൂജാമുറിയുടെ അടുത്തൂടെ നടന്നു പോയപ്പോഴാണ് എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ ഫോൺ റിങ് ചെയ്യണം. അപ്പം ചന്ദ്ര ഓടിച്ചെന്ന് ഫോൺ എടുത്തിട്ട് ഹലോ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് അതെ ഞാൻ മലേഷ്യ എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മലേഷ്യന്ന് ആരെ വിളിക്കുന്നത്? ശ്രുതിയുടെ അച്ഛനായിരിക്കും അല്ലേ? എന്റെ ഈശ്വര, എന്റെ ഭഗവാനെ, ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. അതെ ഞാനിവിടെ മോളെ പൊന്നു പോലെയാ നോക്കുന്നത്. മോക്കിപ്പം അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ, ഇപ്പൊ അച്ഛനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ അവളെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇപ്പൊ അച്ഛനോട് ഒരു സ്നേഹം ഉണ്ട് അവക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാദോരാതെ സംസാരിച്ചപ്പോഴാണ് അതെ ഞാൻ മലേഷ്യന്നാ വിളിക്കുന്നത്, പക്ഷെ ശ്രുതിയുടെ അച്ഛനല്ല, ശ്രുതിയുടെ മാമനാന്ന് പറഞ്ഞു. ശ്രുതിയുടെ മാമനോ? അപ്പം അച്ഛൻ അവിടെ അടുത്തുണ്ടായിരിക്കല്ലേ, എങ്കിൽ പിന്നെ അച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുക്കുവോ? അതിന് ശ്രുതിയുടെ അച്ഛനെ ഇപ്പൊ കുറച്ച് അസുഖം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിപ്പോ അവളെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തിപ്പോ അവളെ വിളിച്ചത്. ഞാൻ വിളിച്ചിട്ട് ഒത്തിരിയായി, അവക്കാണെങ്കിൽ ഇങ്ങോട്ട് ആരോടും ഒരു സ്നേഹവും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത് കേട്ടോ, അവക്ക് അവളുടെ അച്ഛനോട് ഭയങ്കര സ്നേഹമാ. ഞാൻ പറഞ്ഞ് സ്നേഹം ഉണ്ടാക്കി എടുത്തേക്കുക. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നമില്ല. അല്ല ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞല്ലോ, സീരിയസ് ആണോ? അസുഖം വല്ല കൂടുതലുമാണോ? അസുഖം കൂടുതലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ സീരിയസ് തന്നെയാ. ഏതായാലും ശ്രുതി വരുമ്പോ പറഞ്ഞേരെ ഞാൻ വിളിച്ചെന്ന്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രുതിക്ക് അവിടെ വേറെ കുഴപ്പവും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അയ്യോ ശ്രുതിക്ക് ഒരു കുഴപ്പമില്ല, അവളെ ഞാൻ പൊന്നു പോലെയാ നോക്കുന്നത്. അവള് കല്യാണം കഴിച്ച ചെക്കനുണ്ടല്ലോ, 3 ഡിഗ്രി ഉണ്ട്, 3 ഡിഗ്രി. അവന് നല്ല ജോലിയുണ്ട്, കൂലിയുണ്ട്, ശമ്പളമൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട്. ഏതായാലും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ മലേഷ്യയിലേക്ക് വരാനിരിക്കുകയായിരുന്നു, അപ്പോഴാ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇനിയിപ്പം എല്ലാം ഒത്തുതീർപ്പായിട്ട് എല്ലാം സന്തോഷത്തോടു കൂടി തന്നെ നടക്കൂലോ. അയ്യോ മലേഷ്യയിലേക്കൊന്നും നിങ്ങൾ ഇപ്പൊ വരണ്ട, ഏതായാലും ഇപ്പം ശ്രുതിയുടെ അച്ഛൻ ഹോസ്പിറ്റലല്ലേ ഉള്ളത്, ശ്രുതിയോട് പറഞ്ഞേരെ ഞാൻ വിളിച്ചെന്ന് പറയുമ്പോ ശ്രുതി ഒന്ന് ഞെട്ടും. അതെന്തിനാ ശ്രുതി ഞെട്ടുന്നത്? അല്ല ശ്രുതിയെ അങ്ങനെ വിളിക്കാറൊന്നും ഇല്ലായിരുന്നു ഞാൻ, ഇപ്പൊ ഒത്തിരി നാള് കൂടിയല്ലേ ശ്രുതിനെ വിളിക്കുന്നത്, അപ്പൊ ശ്രുതി ഞെട്ടെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യ. ആരാ വിളിച്ചത്? വേറെ ആരും അല്ല, നമ്മുടെ PA ആണ്. അത് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, PA ആണ് വിളിച്ചേക്കുന്നത്. PA മലേഷ്യയിലെ മാമനാന്നും പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. ഈ കാര്യം നമ്മുടെ ശ്രുതി അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കാം സംഭവം എന്ന് അറിയാലോ. അപ്പൊ ഏതായാലും ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ ചന്ദ്ര എന്താ ചെയ്തത്, മുറിയൊക്കെ അടച്ചിട്ടിട്ട് മുറിക്കകത്ത് കയറി ഇങ്ങനെ ഇരുന്നിട്ട് പല പല സ്വപ്നങ്ങൾ കാണുകയാണ്. അയ്യോ മലേഷ്യയിൽ ചെല്ലുന്നു, മലേഷ്യയിൽ ചെന്ന് ഇറങ്ങുന്നു, അവിടുത്തെ ബിസിനസ് സാമ്രാജ്യം എല്ലാം എൻ്റെ മകൻ പിടിച്ച് കീഴടക്കുന്നു. അയ്യോ എൻ്റെ മകന് സൗഭാഗ്യം വന്നു ചേർന്നേ, എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ സംഭവിച്ചല്ലോ. എൻ്റെ മോനിനി നിലത്തൊന്നും അല്ലായിരിക്കും, എൻ്റെ മോനിനി കോടിപതി എന്നൊക്കെ പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇത് എന്താ പറയുക സ്വപ്നം കാണാണ്. അതിനൊപ്പം തന്നെ തന്തയും മരിച്ചു പോവായിരിക്കും ഉടനെ തന്നെ, അസുഖം എന്നല്ലേ പറഞ്ഞു. അങ്ങനെ തന്തയും ചത്തുപോവുകയാണെങ്കിൽ എല്ലാ സ്വത്തും ഒരേ ഒരു മകളായ ശ്രുതിയുടെ പേരിലാകും. ഓഹ്, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. സച്ചിയുടെയും രവിയേട്ടൻ്റെയും എല്ലാവരുടെയും മുമ്പിൽ ഒരു വിലസണം. ഈ നാട് മൊത്തം ഒരു വിലസണം. കോടീശ്വരനായ മകന്റെ അമ്മയായിട്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ഏതായാലും ഈ കാര്യം ഒന്ന് ശ്രുതിയോട് പറഞ്ഞേക്കാം, ശ്രുതി മോൾക്ക് സന്തോഷമാവുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിനെ വിളിക്കാം. അപ്പൊ ശ്രുതിനെ വിളിച്ച ഉടനെ ശ്രുതി ഓട്ടോക്കകത്താണ് കേട്ടോ. അപ്പൊ ശ്രുതി ഫോൺ എടുത്തു. എന്താ ആന്റി വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോളെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. അല്ല, മോളുടെ മാമനില്ലേ, മോളുടെ മാമൻ വിളിച്ചായിരുന്നു. ആര്? എന്റെ മാമനോ? ഏത് മാമൻ? മോക്ക് ഒരു മാമനല്ലേ ഉള്ളൂ. അതെ, അച്ഛനോടുള്ള ദേഷ്യത്തിന് മാമന്റെ കാര്യം മോള് മറന്നുപോയെന്ന് എനിക്കറിയാം. ഏതായാലും മലേഷ്യയിൽ നിന്ന് മോളുടെ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇവിടെ വന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. എന്താമേ, മലേഷ്യയിൽ നിന്ന് എന്റെ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്കറിയാം, മോൾക്ക് ഷോക്കായി പോയി കാണൂല്ലേ. ഏതായാലും സാരമില്ല മോളെ, എനിക്ക് സന്തോഷമായി ഇപ്പഴാ. ഏതായാലും അച്ഛനും മോളെ കാണാനൊക്കെ ഇപ്പൊ ആഗ്രഹമൊക്കെ തോന്നിക്കാണും. ഇനി നമുക്ക് മലേഷ്യക്ക് പറക്കണം. ഒരു ദിവസം മലേഷ്യക്ക് പോയി മോളുടെ അച്ഛനെയൊക്കെ കാണണം. അല്ലമ്മേ, ഏത് നമ്പറിൽ നിന്നാ വിളിച്ചത്? ഏത് നമ്പറിനാ കോള് വന്നത്? അത് പിന്നെ ഏത് നമ്പറാ? ഒരു അൺനോൺ നമ്പറിൽ നിന്നാ ഫോൺ വന്നതെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അമ്മ ഫോണൊന്നും എടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പം ചന്ദ്രൻ, അതെന്തായിരിക്കും ഇങ്ങനെ ശ്രുതി പറഞ്ഞത്? എന്തേലും ആട്ടെ, അവൾക്ക് ഇഷ്ടമല്ലല്ലോ അവളുടെ അച്ഛനെയും കുടുംബക്കാരെയൊന്നും, അതുകൊണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവള് ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം നമ്മുടെ ചന്ദ്രയ്ക്ക്. അങ്ങനെ ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിച്ചിങ്ങനെ മതിമറന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണ് പലിശക്കാരൻ കയറി വരുന്നത്. പലിശക്കാരൻ എന്ന് പറഞ്ഞാൽ പലിശക്കാരനല്ല, അവിടുത്തെ 2 ജോലിക്കാർ കയറി വരികയാണ് കേട്ടോ. അപ്പൊ ചന്ദ്രമതി ഇതുവരെ പലിശ അടച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീട് തപ്പി വന്നതാ. ഏതായാലും കൺമുമ്പിൽ തന്നെ വന്ന് പെട്ടു ചന്ദ്രയുടെ. അപ്പൊ ചന്ദ്ര ചോദിച്ചു, നിങ്ങൾ ആരാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരണോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എന്ന് പറഞ്ഞപ്പം, വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഓ, ശ്രുതിയുടെ മാമനാണോ? ഏത് ശ്രുതിയുടെ മാമൻ? അതെ, ഞാനേ വേറെ ആരും അല്ല. ദേ, പലിശ അടയ്ക്കാനുണ്ടല്ലോ, അവിടുന്ന് ഫൈനാൻസിൽ നിന്ന് ഞങ്ങൾ വിളിച്ചായിരുന്നല്ലോ. എന്നിട്ട് എന്തേ ഇതുവരെ പലിശ അങ്ങോട്ട് കൊണ്ടുവന്ന അടയ്ക്കാത്തത്? അയ്യോ, പതുക്കെ പറ, ഇവിടെ ഉള്ളവരൊക്കെ കേൾക്കും, അത് വലിയ പ്രശ്നമാവും. അതെന്താ ഇവിടെ ഉള്ളവർ കേട്ടാൽ വലിയ പ്രശ്നമാവുന്നത്? ഏതായാലും ഞങ്ങൾ ഇവിടം വരെ നടന്നു വന്ന് ക്ഷീണിച്ചു, കുറച്ച് വെള്ളം ഇങ്ങോട്ട് താ, എന്നിട്ട് എത്രയും പെട്ടെന്ന് പലിശ കൊണ്ട് അടയ്ക്കണം. ഞാൻ പലിശ അടച്ചോളാം, ദയവേദി ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. ദേ, അടുത്ത് നല്ല നാരങ്ങ വെള്ളം കിട്ടും അപ്പുറത്തെ കടയിൽ, അവിടെ കൂൾബാധ നാരങ്ങ വെള്ളം ഒക്കെ ഉണ്ട്, അവിടെ ചെന്ന് മേടിച്ചോ. എന്താ എന്റെ പൊന്നു സ്ത്രീയെ, നിങ്ങളൊരു സ്ത്രീ ആണോ? നിങ്ങൾക്ക് ശകലം വെള്ളം പോലും കുടിക്കാൻ തരാനുള്ള ഒരു മാന്യതയില്ലേ? ലക്ഷങ്ങളല്ലേ മേടിച്ചേക്കുന്ന ഞങ്ങളുടെ മുതലാളിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ശകലം വെള്ളം തരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവരവിടെ ഒച്ച വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, മിണ്ടരുത്, ഞാൻ ഇപ്പം വെള്ളം എടുത്തോണ്ട് തരാം, നിങ്ങൾ മിണ്ടരുത് കേട്ടോ, നിങ്ങൾ ഇവിടെ നിന്നോ, ഇപ്പം ഞാൻ വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞ് വേഗം അടുക്കളയിലേക്ക് പോവാം. അപ്പോഴത്തേക്കും അവിടെ ഹോളിലായിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇരിപ്പുണ്ട്. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, എന്താടി നീ എങ്ങോട്ടാ ഈ ഓടുന്നത്? ഒന്നുമില്ല രവിയേട്ടാ, ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോവാ. വെള്ളം എടുക്കാനോ? നിനക്ക് എന്താ ഒരു പരവേശം? പരവേശം കാരണമല്ലേ വെള്ളം എടുക്കാൻ പോകുന്നത്, കുടിക്കാൻ എന്ന് പറഞ്ഞ് നേരെ അകത്ത് കയറിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നതും ആ വെള്ളം അവിടെ ശകലം വീടാണ് കേട്ടോ. വെപ്രാളത്തോട് കൂടി വന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താടി ഈ കാണിക്കുന്നത്? വെള്ളമൊക്കെ എന്തിനാ നീ ഇവിടെ കമത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ സോറി രവിയേട്ടാ, ഞാനേ വെള്ളം കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ വിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. ഏതായാലും അവർക്ക് വെള്ളം കൊടുത്തു അവിടെ നിന്ന് എങ്ങനെയോ ഒഴിവാക്കി വിട്ടു. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പിടിച്ചേനെ. ഏതായാലും പിടിക്കാനൊന്നും പോകുന്നില്ലല്ലോ, കഥ എങ്ങനെയും മുന്നോട്ടേക്ക് നീണ്ടു പോകണ്ടേ, അതുകൊണ്ടായിരിക്കാം പതുക്കെ ഇങ്ങനെ പോകുന്നത്. ഏതായാലും ഇതേ സമയം നമ്മുടെ സച്ചി വീട്ടിലേക്ക് കയറി വരികയാണേ. പിന്നെ സച്ചി വീട്ടിലേക്ക് കയറി വന്നിട്ട് സച്ചി നേരെ റൂമിനകത്തേക്ക് ചെല്ലുന്നു. അപ്പൊ രേവതി അവിടെ ഉണ്ട്. അപ്പൊ സച്ചി ഇങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പൊ രേവതി ചോദിച്ചു, എന്തു പറ്റി പൈസയൊക്കെ എണ്ണുന്നത്? ഈ പൈസ പലിശക്കാരന് കൊടുക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അല്ല, 100 തവണ പൈസ എണ്ണി നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി പലിശക്കാരന് കൊടുക്കാനാണെന്ന്. ഏതായാലും കൊടുക്കണം, കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാളുടെ ചീത്തവിളിയും കൂടെ കേൾക്കണം. അതും കൂടി ഞാൻ പലിശ കൊടുക്കാൻ വേണ്ടി പോവാ. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ സച്ചേട്ടാ, ഞാൻ സച്ചേട്ടൻ്റെ കൂടെ വീട് വരെ വന്നോട്ടെ? എനിക്ക് വീട്ടിൽ അമ്മേനെയൊക്കെ കാണാനൊന്ന് തോന്നുക. അന്ന് ഇവിടുന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോയിട്ട് അമ്മേനെ ഇതുവരെ കണ്ടില്ലല്ലോ, അപ്പം എന്തോ കാണണം സംസാരിക്കണം എന്നൊക്കെ തോന്നുക. അതും കൂടി ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പം, അതിനെന്താ നീ വന്നോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? പെട്ടെന്ന് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ ചന്ദ്രയും പലിശ അടയ്ക്കാൻ വേണ്ടി പോകാൻ തുടങ്ങാണ് കേട്ടോ. അങ്ങനെ വേഗം ചെല്ലുന്നു, ബാഗിൽ പൈസയൊക്കെ എടുത്ത് വെക്കുന്നു. പൈസ എടുത്തിട്ട് നേരെ പോകാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഭാമേനെ വിളിക്കുന്നുണ്ട്. അപ്പം ഭാമേനെ വിളിച്ചിട്ട് ഭാമേനെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു. അപ്പം ഭാമേനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമയ്ക്ക് വേറെ എന്തോ പ്രശ്നം ഉണ്ടെന്നോ വേറെ എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ വരുന്നില്ല, നീ തന്നെ പൊക്കോളാൻ പറയാ.
അങ്ങനെ നമ്മുടെ രവീന്ദ്രനോട് എവിടെയോ പോകുക എന്നിങ്ങനെ നുണയൊക്കെ പറഞ്ഞിട്ട് നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക്, പലിശക്കാരന് പലിശ കൊടുക്കാൻ വേണ്ടി. അപ്പം രേവതിയും സാരിയൊക്കെ ചുറ്റി റെഡിയായിട്ട് ഇറങ്ങി. അപ്പം രവീന്ദ്രൻ ചോദിച്ചു മോളെ എവിടെ പോവാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛൻ ഞാൻ വീട് വരെ പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചി ചോദിച്ചു അമ്മ എന്തെന്ന് ചോദിച്ചപ്പം അവളെ എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞപ്പം അല്ല ഇനിയിപ്പോൾ രേവതിയും കൂടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ. എൻ്റെ പൊന്ന് സച്ചി, ഞാനിവിടെ തന്നെ ഇരിക്കത്തില്ല. ഞാൻ എന്താ കൊച്ചു കുഞ്ഞുവല്ലോ എനിക്കിവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ മോളെയും കൊണ്ട് പൊക്കോ. നീ മോൾക്ക് അമ്മേനെ കാണാൻ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, അപ്പം മോളെയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ഇതേ സമയം നമ്മുടെ രേവതി സച്ചിയും പോകുമ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ചന്ദ്ര പോകുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചി അല്ല രേവതി പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് അമ്മേനെയും കൂടെ ഒന്ന് കയറ്റിക്കൊണ്ട് പോകത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇനിയിപ്പം അവിടെ ഇരിക്കുന്നവരെ എനിക്ക് സമാധാനം തരാതിരിക്കാനാണോ? എൻ്റെ പൊന്നോ, വെറുതെ പോകുന്ന മനുഷ്യർക്ക് ലിഫ്റ്റ് കൊടുത്താലും എൻ്റെ അമ്മയ്ക്ക് ഞാൻ ലിഫ്റ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് പോകുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. അത് വേറെ ആരുടെ കയ്യിൽ നിന്നും അല്ല, ശരത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ശരത്തിന് എന്തോ ഇതൊരു വാശിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് മനസ്സിൽ കിടക്കാണല്ലോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ ശ്രുതി അടിക്കുകയും അതുപോലെ തന്നെ കള്ളനാക്കുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പൊ അതിന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ കിടക്കുക നമ്മുടെ ശരത്തിന്. അപ്പം ശരത്ത് ഒരു ചെറിയ പണി കൊടുക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു. കൂട്ടുകാരൻ ഇച്ചിരി ബോറുകെട്ട ഒരു കൂട്ടുകാരനാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു പയ്യനാണ്. അപ്പൊ ആ പയ്യനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ തള്ളക്കിട്ട് 2 കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഏതായാലും കൂട്ടിക്കൊണ്ട് വന്ന് ലാസ്റ്റ് ആ തള്ളയുടെ ബാഗ് മോഷ്ടിക്കുന്ന വിധത്തിൽ, അതായത് ചന്ദ്രയുടെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോവാണ് ആ കള്ളൻ ചന്ദ്രയുടെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോകുന്നു. പക്ഷെ ഇതില് നമ്മുടെ ശരത്തിന് പങ്കൊന്നുമില്ല. ശരത്ത് അതിൽ നിന്ന് പൈസ ഒന്നും എടുക്കണില്ല കേട്ടോ. അപ്പൊ ശരത്ത് പറയുന്നുണ്ട് അതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഇത് തന്നെ വേണോടാ, അല്ലെങ്കിൽ ഈ കള്ളവും കൗശലവും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നീ കള്ളവും കൗശലവും ഇല്ലാതെ ജീവിച്ചിട്ട് ലാസ്റ്റ് നിനക്ക് കള്ളൻ എന്ന പേര് വെറുതെ മുദ്ര കുത്തി തന്നില്ലേ, അപ്പൊ പിന്നെ നിനക്ക് എന്താ കുഴപ്പം? ഏതായാലും ആ തള്ളക്കിട്ടൊരു പണി കൊടുക്കണമെങ്കിൽ ഏതായാലും ഈ പൈസ നീ എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിനക്കൊരു നാണക്കേടായി. അതുപോലെ നിനക്ക് ആ വീട്ടിലെ എല്ലാവരുടെയും മുമ്പിൽ നിന്റെ മാനം പോയി. നിന്റെ അമ്മേനെ അതുപോലെ എല്ലാവരുടെയും മുമ്പിലിട്ട് ആ സ്ത്രീ മാനം കളഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ പഞ്ചപാവുമായിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ചിട്ട് ഒരു വിലയും നിലയും നമുക്ക് ഉണ്ടാവില്ല. അല്ല, നീ ഇത്രയും നാളും നിന്റെ അമ്മയും അച്ഛനും നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി. നീ കക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും പോയില്ല. എന്നിട്ട് ദൈവം നിനക്ക് എന്തെങ്കിലും തന്നോ? ഇല്ലല്ലോ. പക്ഷേ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നാ നീ ഓർക്കണത്? പൈസ ഉള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാടാ, കട്ടും മോട്ടിച്ചും ആ കള്ളം പറഞ്ഞും ഈ കള്ളം പറഞ്ഞും പൈസ തട്ടിച്ചും ഒക്കെ തന്നെ ഇവന്മാരൊക്കെ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊന്നും അല്ലടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രേരിപ്പിച്ചിട്ട്, അതായത് ശരത്തിനെയും കൂടെ കക്കാൻ വേണ്ടി കൂട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശരത്തിന് മോഷ്ടിക്കണം എന്നില്ല, നമ്മുടെ ചന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നേ ഉള്ളൂ. ഏതായാലും ലാസ്റ്റ് ആ ഒരു കൂട്ടുകാരന്റെ നിർബന്ധപ്രകാരം നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കാണുന്നത് കേട്ടോ. ഏതായാലും പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്, അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ. ഏതായാലും ഈ പൈസ 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചന്ദ്രയുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ചന്ദ്രയ്ക്ക് പലിശ കൊടുക്കാനുള്ളതാണ്. പലിശ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ കള്ളത്തരം എല്ലാം പൊളിയും. അപ്പം അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം നമ്മുടെ ചന്ദ്ര ഇനി എന്ത് ചെയ്യും? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച ഇനി കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ പരാതിയും പരിഭവവും ഒക്കെ കേട്ട് ഞാൻ മടുത്തു കേട്ടോ. എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കമന്റിലൂടെ കുറച്ച് പേർക്കൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ട്. എല്ലാവരും ഇപ്പം എന്താ പറയുക, എന്നിൽ നിന്ന് വിട്ടുപോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കമന്റ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും സത്യമായിട്ട് നമുക്കറിവുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. ഇതിപ്പം നമ്മുടെ രേവതി മാറുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഥ മുൻകൂട്ടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് വേറൊരു പങ്കുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ രേവതിയുടെയും സച്ചിയുടെയും കഥ കണ്ടില്ലെങ്കിലും ഞാൻ രാവിലെ കഥ പറയാൻ വരുമല്ലോ, അപ്പോഴെങ്കിലും നിങ്ങൾ വന്ന് കേൾക്കണം കേട്ടോ. കാരണം നിങ്ങൾ എന്നും കേട്ടോണ്ടിരിക്കുന്നതല്ലേ എൻ്റെ ഈ സ്വരവും എന്നെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യൂലേ? നിങ്ങൾക്ക് രേവതിനെ മാത്രം മിസ് ചെയ്യുള്ളൂ, എന്നെ മിസ് ചെയ്യില്ലേ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒന്ന് പറയണം. ചിലരൊക്കെ പറയുമായിരിക്കും എന്നാടി നിന്നെ മിസ് ചെയ്യുന്നൊന്നുമില്ല ഞങ്ങൾക്ക് എന്നൊക്കെ പറയുമായിരിക്കും. എങ്കിലും 1, 2, 3, 4 ആൾക്കാർ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെ ആയിരിക്കില്ലേ. അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ, രേവതി പോയി പക്ഷെ ഞാൻ പോയിട്ടില്ല. എൻ്റെ സ്വരത്തോടും എൻ്റെ രൂപത്തോടും കൂടി തന്നെ എന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ രാവിലെ കഥ പറയാൻ വേണ്ടി എത്തും. അപ്പം നിങ്ങൾ ഏതായാലും എന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേ രാവിലെ കഥ കേൾക്കാൻ വരുന്നത്.
അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ക്രീനിൽ രേവതിനെയോ സച്ചിനെയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ എന്റെ കഥ കേൾക്കാതെ ആരും ഇരിക്കല്ലോ കേട്ടോ. എല്ലാവരും വരണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോവാതെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എല്ലാ ദിവസവും എടുത്തു പറയുന്നത്. ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ വരും, എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.